സമയം എത്രയായിട്ടും വിദ്യാമ്മ വന്നില്ലല്ലോ. ഇങ്ങനെ ഒരിക്കലും സംഭവിക്കത്തല്ലേ ദേവുട്ടി? നീ പറഞ്ഞ ശരിയാ ദേവുട്ടി. വിദ്യാമ്മ ഇല്ലാത്തോണ്ടാവാം ആകെ ഒരു ചൈതന്യക്കുറവ് തോന്നുക. ഇല്ലില്ല, വിദ്യാമ്മ എപ്പോ വന്നാലും ഞാൻ വിദ്യാമ്മയെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. അമ്മയുടെ അടുത്ത് ഇപ്പോ വർഷയും തമ്പിയച്ഛനും ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ദേവുട്ടി, 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 മോളെ വിദ്യാമ്മയെ കണ്ടോ? വിദ്യാമ്മ എവിടെ? ഞാൻ വിദ്യാമ്മ എവിടെ എല്ലാം തിരഞ്ഞെന്നറിയോ? ഒന്നും പറയണ്ട, എന്റെ മോളെ കാണാനില്ല. ഇന്നലെ ഏതോ ഒരു സ്വാമിയുടെ അടുത്ത് സഹായം തേടി പോയതാ ഞങ്ങൾ എല്ലാവരും കൂടി. വിദ്യാമ്മയും വാസുക ഡോക്ടറൊക്കെ അത് വിലക്കിയതാ. പക്ഷേ മഹിമയുടെ ഒറ്റ നിർബന്ധം കൊണ്ടാ ഞാനതിന് തയ്യാറായത്. അവരുടെ വാക്ക് ധിക്കരിച്ചു പോയതിന്റെ ശിക്ഷയാ ഇതൊക്കെ. എന്റെ മോളെ കാണാനില്ല ഇപ്പോ. അവൾക്ക് തക്കതായ എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. വിദ്യാമ്മ ഉണ്ടായിരുന്നെങ്കിൽ അവൾ എവിടെയാണെന്ന് അറിയായിരുന്നു. ശിവപ്രിയ മോളെ കാണാനില്ലെന്നോ? അതെങ്ങനെ സംഭവിച്ചു? ഒന്നും പറയണ്ട സന്ദീപേ, ഒക്കെ അബദ്ധമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഏതോ ഒരു സന്യാസിയുടെ ആശ്രമത്തില് സഹായം കിട്ടുമെന്ന് പറഞ്ഞ് മഹിമ എല്ലാത്തിനും മുന്നിട്ട് നിന്നത്. അവളുടെ ആവേശം കണ്ടപ്പോ ഞാനും അതിന് സമ്മതം മൂളി. അതാ ഇപ്പൊ കുഴപ്പമായത്. രാത്രി ഏതോ ഒരു കാട്ടില് ഞങ്ങളെയൊക്കെ മയക്കി കിടത്തി വന്നവരെന്റെ മോളുമായി കടന്നു. എനിക്ക് അവളെ നഷ്ടപ്പെട്ടു എന്നാ തോന്നുന്നത് ദേവൂട്ടി. തിരുമേനി വിഷമിക്കണ്ട. ദേവൂട്ടി പറഞ്ഞതുപോലെ വിദ്യാമ്മ ശിവപ്രിയമോടെ രക്ഷിക്കാൻ പോയതാവും. തിരുമേനി സമാധാനിക്കേ. എന്റെ ദേവി അമ്മേ, മൂകാംബികയെ, അറിയാതെ ചെയ്തു പോയ തെറ്റുകൾ പൊറുക്കണേ. എന്റെ മോളെ എത്രയും പെട്ടെന്ന് എനിക്ക് തിരിച്ചു തരണേ അമ്മേ, ദേവി. തിരുമേനി, തിരുമേനിയുടെ മോള്. മോളെ, മോളെ, എന്റെ മോളെ, എന്താ പറ്റിയത് നിനക്ക്? നീ എവിടെയായിരുന്നു മോളെ? നീ എവിടെയായിരുന്നു? എന്റെ മോൾക്ക് എന്താ പറ്റിയത്? വിദ്യാമ്മേ, മാപ്പ്, എല്ലാത്തിനും മാപ്പ്. വിദ്യാമ്മയും വാസുക ഡോക്ടർ പറഞ്ഞത് കേൾക്കാതെ ഇറങ്ങി പുറപ്പെട്ടത് എന്റെ കൂടി തെറ്റാ. അതിന്റെ ഫലം ഞാൻ ശരിക്കും അനുഭവിച്ചു. എന്താ എന്റെ മോൾക്ക് പറ്റിയത്? എങ്ങനെയാ വിദ്യാമ്മ എന്റെ മോളെ രക്ഷിച്ചത്? ശാന്തനാകൂ തിരുമേനി. എന്തായാലും മൂകാംബികാമ്മയുടെ അനുഗ്രഹം കൊണ്ട് മോൾക്ക് ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ. കുഞ്ഞിനൊരു കുഴപ്പമില്ല. അച്ഛാ, മണിച്ചേട്ടൻ്റെ ഇവിടെ മണിച്ചേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛാ? ഇല്ല മോളെ, ഞങ്ങളെല്ലാവരും കാട്ടിൽ ഏതോ സ്ഥലത്ത് ബോധമില്ലാതെ കിടക്കുമായിരുന്നു. രാവിലെ ഉണർന്നപ്പോ മണിക്കുട്ടന് വല്ലാത്ത വിമിഷ്ടം തോന്നി. ഒരു വിധത്തിലാ അവനെ അടുത്തുള്ള ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. മണിച്ചേട്ടൻ ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛാ? ഇല്ല,
എന്നാലും ഡോക്ടർ ഒന്ന് കണ്ടിട്ടേ എന്തെങ്കിലും പറയാൻ പറ്റൂന്നാ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ പറഞ്ഞത്. അച്ഛ വിഷമിക്കണ്ട, മണിച്ചേട്ടന് ഒന്നും സംഭവിക്കില്ല. ഞാൻ ദേവിയോട് പ്രാർത്ഥിക്കാം അച്ഛാ.